ഈ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ചും ഓരോ കുറ്റകൃത്യങ്ങളിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ളവരാണ് അഭിഭാഷകർ. സ്ത്രീകളെ ആക്രമിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് അവരോട് പറയേണ്ടതുണ്ടോ? തിരുവനന്തപുരം മഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചത് ഒരു സീനിയർ അഭിഭാഷകനാണ്. അഭിഭാഷകയായ പാറശാല സ്വദേശിനി ശാമിലിയെ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് കൈകൊണ്ട് തുടർച്ചയായി മുഖത്തടിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലെ ഓഫീസിൽ ജൂനിയർ അഭിഭാഷക ശാമിലിയെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനായ ബെയ്ലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. നേരത്തെയും മർദ്ദനമേറ്റിരുന്നതായി പെൺകുട്ടി പറഞ്ഞു. അവിടെ ചെറിയൊരു പ്രശ്നം മതി, അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം. സാർ ഭയങ്കര ഷോർട്ട് ടേം വേർഡ്, അപ്പൊ അതിൽ ചെയ്യുന്നതാണ്. ഇതും അങ്ങനെ പറ്റിയതാ. സാറ് നിൽക്കെ ഞാൻ ആ ജൂനിയറിനോട്, അതായത് എനിക്ക് സീനിയറാണ്, സാറിന്റെ ജൂനിയർ, ഞാനിങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ആ പ്രൊവോക്കേഷനിൽ തന്നതാണ്. രാവിലെ കേസിന്റെ ആവശ്യം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് തിരികെ ഓഫീസിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഓഫീസിലുള്ള മറ്റൊരു അഭിഭാഷകയെ താൻ അപമാനിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് ശാമിലി പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ബാർ അസോസിയേഷനിൽ നിന്ന് അഭിഭാഷകനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. മുൻപ് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. ആ കുട്ടി പറയാം എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക്? അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ അസോസിയേഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും. ബെയ്ലിൻ ദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വഞ്ചിയൂർ കോടതിയിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.